ജീവിതത്തിൽ ഉയരാൻ ക്ഷമ എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് മരിയ ജോവിറ്റ. വെൽക്കം ടു ഹാപ്പി ലൈഫ്. പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ ആരെങ്കിലും നമ്മളോട് മോശമായി പെരുമാറിയാൽ ആ വ്യക്തിയോട് നമുക്ക് സ്വാഭാവികമായും ദേഷ്യമുണ്ടാകും. ആ ദേഷ്യം കാലങ്ങളായി കൊണ്ടു നടക്കുകയും ആ വ്യക്തിയെ കാണുമ്പോഴെല്ലാം മോശമായ ഒരു വികാരം ഉള്ളിൽ ഉടലെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്നീ സ്ട്രെസ് ഹോർമോണുകൾ ഉണ്ടാകുന്നു. അത് നമ്മുടെ ഉള്ളിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദയസ്പന്ദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് തുടർച്ചയായി സംഭവിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുകയും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരികയും ചെയ്യും. ക്ഷമിക്കുക എന്നാൽ ആ വ്യക്തിയെ കാണുമ്പോഴുള്ള നമ്മുടെ പിരിമുറുക്കം ഇല്ലാതാക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത് അയാൾക്ക് വേണ്ടിയല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ ദേഷ്യം ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ തന്നെ ഈ അവസ്ഥയ്ക്ക് നല്ല മാറ്റമുണ്ടാകും. പക്ഷേ ചിലപ്പോൾ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ഒരാളില്ലായിരിക്കാം. അത്തരക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഫോർഗീനോസ് തെറാപ്പി ഞാൻ മുമ്പ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്. നമ്മുടെ ദേഷ്യവും സങ്കടവും വിശദമായി ഒരു പേപ്പറിൽ എഴുതി കത്തിക്കുന്ന ഒരു മെത്തേഡാണ്. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ആരോടെങ്കിലും പകയും വെറുപ്പും ഒരുപാട് കാലത്തേക്ക് മനസ്സിൽ സൂക്ഷിച്ചാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. എഴുതുന്നതിന് പകരം അത് മനസ്സിൽ ചിന്തിക്കാം എന്ന് കരുതിയാൽ അത് വേണ്ട ഫലം തരില്ല. കാരണം ചിന്തകൾ പെട്ടെന്ന് നമ്മുടെ കൈവിട്ടു പോകും. എഴുതുമ്പോൾ അത് അത്ര കൃത്യമായിരിക്കും. പിന്നെ നമ്മൾ ഒരു ചെറിയ എഫേർട്ട് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ചെയ്യുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിന് നമ്മൾ തയ്യാറായതിൻ്റെ സന്തോഷവും അഭിമാനവും സ്വയം ഉണ്ടാവുകയും അത് ഡോപ്പമിൻ എന്ന ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും പെട്ടെന്നുള്ള ഒരു അഭിവൃദ്ധിക്ക് കാരണമാകും. ഈ അവസ്ഥ തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ലെവലിലേക്കും ഉയരാൻ നിങ്ങൾക്ക് കഴിയും. പക അത് വീട്ടാനുള്ളതാണ് എന്നുള്ള തത്വങ്ങളൊന്നും മുറുകെ പിടിക്കാതിരിക്കുക. ഒരു വ്യക്തി നമ്മളോട് മോശമായി പെരുമാറുന്നത് ആ വ്യക്തിയുടെ സ്വഭാവമാണ്. അയാൾ അപ്പോൾ തന്നെ നിങ്ങളെക്കാൾ മോശമാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ പകയ്ക്ക് എന്താണ് അർത്ഥം? എന്നാൽ അയാൾ മോശമായി പെരുമാറിയപ്പോൾ നിങ്ങൾ വിഷമിച്ചുവെങ്കിൽ അതേ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ മുമ്പ് സ്വയം വിഷമിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരാൾ വേദനിപ്പിച്ചാൽ ആ സങ്കടത്തിൻ്റെ ആഴം കുറയുന്ന സമയത്ത് മനസ്സിലാക്കുക, ഞാൻ എന്താണ് ഈ കാര്യത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഞാൻ ഈ കാര്യത്തിൽ അഹങ്കരിക്കുകയോ ഭയപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ എന്ന്. നിങ്ങൾ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. സത്യസന്ധമായി വിശകലനം ചെയ്യുക. അവിടെ തീർച്ചയായും കാരണങ്ങൾ വെളിവാകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ച മാർഗമാണിത്. ഈ കണ്ടെത്തൽ നിങ്ങൾക്ക് ആ അവസ്ഥയെ കൂടുതൽ അംഗീകരിക്കാനും അല്ലെങ്കിൽ കൂടുതൽ നല്ലൊരു മാർഗം കണ്ടെത്താനും സഹായിക്കും. കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നാലും നമ്മൾ ആഗ്രഹിച്ചവ നടക്കുക തന്നെ ചെയ്യും. ജീവിതത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ ഓപ്പർച്യൂണിറ്റികളാക്കി മാറ്റാമെന്നും അതിനെ എങ്ങനെ തുടങ്ങണമെന്നും അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഈ വിഷയത്തെ സംബന്ധിച്ച ഏത് സംശയങ്ങളും നിങ്ങൾക്ക് കമൻ്റായി ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.